സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളാലും കുടുംബജീവിത പ്രശ്നങ്ങളാലും ദുഃഖിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും. ഇന്ന് ഈ ദൈവദൂത് കേൾക്കുന്ന മക്കളിലേക്ക് ദൈവത്തിൻ്റെ ഒരു കാവൽ മാലാഖ പറന്നിറങ്ങി വരും. നിന്റെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ ദൈവം അയക്കുന്ന മാലാഖ കടന്നു വരും. വിശ്വസിക്ക് പ്രിയമുള്ളവരെ. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ കർത്താവ് ഇടപെടുമെന്ന ഒരു പ്രതീക്ഷ ഒരിക്കലും നിങ്ങൾ കൈവെടിയരുത്. കടം കയറി വേദനിക്കുന്ന വ്യക്തികളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, കർത്താവ് നിന്റെ കടം വീട്ടിത്തരും. ഹൃദയം നൊന്ത് വിശുദ്ധിയോടെ കർത്താവിനെ വിളിക്ക്. അടഞ്ഞു കിടന്ന വാതിലുകൾ തുറന്നു തരും. എന്തൊക്കെ ബിസിനസ് ചെയ്തിട്ടും ഉയർച്ച കിട്ടാത്തവർ കർത്താവിനെ വിളിക്ക്. കർത്താവ് വരും, തീർച്ച. 5 അപ്പം കൊണ്ട് 5000 പേർക്ക് ഭക്ഷണം കൊടുത്തവനാണ് നമ്മുടെ ദൈവമെന്ന് മറന്നു പോകരുത്. 2 രാജാക്കന്മാർ 4 പറയുന്നു, വിധവകൾക്കും 2 മക്കൾക്കും ഉപജീവനത്തിന് വഴിയില്ലാതെ വന്നപ്പോൾ കയ്യിലുണ്ടായിരുന്ന ഒരു ഭരണി എണ്ണ വർദ്ധിപ്പിച്ചു കൊടുത്ത് കടം വീട്ടി ബാക്കിയുള്ളത് ഉപജീവനത്തിനും എടുത്തു എന്ന് പറയുന്ന ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ. കടഭാരമുള്ള ഓരോ ക്രിസ്ത്യാനിയും ഈ വചനഭാഗം വായിച്ച് ധ്യാനിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. അല്ലാതെ കടം വീട്ടാൻ വേണ്ടി തിന്മയുടെ ശക്തികളെ കൂട്ടുപിടിച്ച് ജീവിതം നശിപ്പിക്കുകയല്ല വേണ്ടത്. എനിക്കറിയാവുന്ന ഒരു ക്രിസ്ത്യാനി പയ്യൻ പ്രാർത്ഥിച്ചിട്ടും കാര്യങ്ങൾ നടക്കാതെ വന്നപ്പോൾ തിന്മയുടെ ശക്തികളെ കൂട്ടുപിടിച്ച് കാര്യങ്ങളെല്ലാം സാധിച്ചു. അവൻ്റെ പിന്നത്തെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. കൽപ്പനകൾ ലംഘിച്ച ഒരു വ്യക്തിയുടെ ജീവിതം എങ്ങനെ മാറി മറിയുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്. കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളവരും ഇതേ അവസ്ഥ തന്നെയാണ്. കുടുംബത്തിൽ സമാധാനമുണ്ടാകാൻ വേണ്ടി തിന്മയുടെ ശക്തികളെ കൂട്ടുപിടിക്കുക. ഇത്തരം കാര്യങ്ങൾ ഒരു ക്രിസ്ത്യാനി ചെയ്താൽ കുടുംബത്തിൻ്റെ അടിത്തറ ഇളകും. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ് മനസാന്തരപ്പെട്ട് യേശുവിലേക്ക് തിരിച്ചു വരിക. എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും ഇതേ അവസ്ഥയിൽപ്പെട്ട് വേദനിക്കുന്ന എല്ലാ മക്കളെയും വിശുദ്ധ കുർബാനയോട് ചേർത്ത് വച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരുണ ഞങ്ങളുടെ മേൽ അയക്കണമേ. ആമേൻ.